ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഒരു പനീർ ക്യാപ്സിക്കം മസാല ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതൊരു പാനിലേക്ക് ഓയിൽ ചൂടാകുമ്പോൾ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഗ്രാമ്പു ഒരു കഷ്ണം, പട്ട 2 ഏലക്കായ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളകും, പിന്നെ ഒരു 3-4 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് 2 വലിയ ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ലാസ്റ്റ് അരക്കുന്നത്, അതുകൊണ്ട് ഉള്ളി എത്ര വലിയ പീസായാലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് തന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയും പിന്നെ ഒരു പിടി കാഷ്യൂ നട്ട്സ് ഉണ്ടല്ലോ, നട്ട്സും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതുമെല്ലാം ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇത് ചൂടെല്ലാം ഒന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ഇനി ഇതാ ആ സെയിം പാനിലോട്ട് തന്നെ ഞാൻ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ പീസ്. അതിലേക്ക് ഒരു പിഞ്ച് കസൂരി മേത്തിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒഴിച്ച് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് പിന്നെ ഇതാ കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആദ്യം ഇടണം. എന്നിട്ട് ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. പിന്നെ പനീർ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഫ്രോസണിൻ്റെ പനീറാണ് എടുത്തിട്ടുള്ളത്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് കുറച്ച് നേരം അടച്ച് വെക്കുക. ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലോണം തിളച്ച് പനീറും ക്യാപ്സിക്കം എല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട്. നല്ല തിള വന്ന് എല്ലാം കുറുകി നല്ല കട്ടിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കസൂരി മെത്തിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി അടച്ചു വെക്കുക. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. കണ്ടോ, ഫ്രഷ് ക്രീമോ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് പനീർ ക്യാപ്സിക്കം മസാല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.